സ്റ്റെഫിൻ, ഇന്നലെ ഒരുപാട് സ്ഥലത്ത് പോളിംഗ് വളരെ വൈകി 12 മണി അടുപ്പിച്ചാണ് പലരും ടോക്കൺ നേടിയൊക്കെ വോട്ട് ചെയ്ത് വീടുകളിലേക്ക് മടങ്ങിയത്. പലരും നന്നേ നിന്ന് കുഴഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അവസ്ഥ തിരുവനന്തപുരത്ത് പൊതുവിൽ എങ്ങനെയായിരുന്നു? മോത്തി, സംസ്ഥാനത്ത് ഉടനീളം വലിയ പ്രശ്നങ്ങൾ പല ബൂത്തുകളിലും നമ്മൾ കണ്ടതാണ്. പ്രത്യേകിച്ചും തിരുവനന്തപുരത്തും ആറ്റിങ്ങലും തെക്കൻ ജില്ലകളിലും ഒക്കെ തന്നെ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ആകപ്പാടെ ഞാൻ ഇന്നലെ പോയ മാവേലിക്കര മണ്ഡലത്തിലാണ് കുറച്ചെങ്കിലും ഇത്തരത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ മുമ്പോട്ട് പോയത്. തിരുവനന്തപുരത്ത് നമുക്കറിയാം, ഈ ശശി തരൂര് ബൂത്ത് സന്ദർശിക്കുന്നതുമായി ബന്ധപ്പെട്ട് LDF UDF പ്രവർത്തകർ തമ്മിൽ വലിയ തോതിലുള്ളൊരു സംഘർഷ സാധ്യതയും ഉടലെടുത്തു. ഏതായാലും തിരുവനന്തപുരത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 66.43 പോളിംഗ് ശതമാനം. ഇത് ഈ ഒരു പോളിംഗ് ശതമാനത്തിലെ കഴിഞ്ഞ തവണത്തിൽ നിന്നുള്ള ഒരു കുറവ് അത് പൊതുവെ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് എങ്കിൽ പോലും ഇത് ആരെ തുണയ്ക്കും അല്ലെങ്കിൽ ആർക്ക് പ്രതികൂലമാകുമെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇനി, അത്തരം ചർച്ചകളൊക്കെയാണ് ഇനി വരുന്ന ദിവസങ്ങളിൽ ഏതായാലും നടക്കുക. ഏതായാലും പോളിംഗ് ശതമാനം കുറഞ്ഞിട്ടുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും മിക്ക ഇടങ്ങളിലും തന്നെ കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ നേരത്തെ CK വിജയൻ സൂചിപ്പിച്ചതുപോലെ തന്നെ എങ്കിൽ തന്നെയും പല സ്ഥലങ്ങളിലും വോട്ടർമാർക്ക് വലിയ തോതിൽ ഇങ്ങനെ ബൂത്തുകളിൽ വോട്ട് ചെയ്യുന്നതിന് വേണ്ടി രാത്രി വരെ കാത്തിരിക്കുന്ന ഒരു സ്ഥിതി തിരുവനന്തപുരത്തും ഉണ്ടായിരുന്നു. പല ഇടങ്ങളിലും ഇങ്ങനെ രാത്രി വരെ കാത്തിരിക്കേണ്ട ഒരു സ്ഥിതി. അത് അധികം നീണ്ടില്ല എങ്കിൽ പോലും ഒരു 8-9 മണിവരെയൊക്കെ ഇത്തരത്തിൽ പലയിടങ്ങളിലും ഈ വോട്ട് ചെയ്യുന്നതിന് വേണ്ടി ആളുകൾക്ക് കാത്തിരിക്കേണ്ടി വന്നു. ആ ഒരു ബുദ്ധിമുട്ട് തിരുവനന്തപുരത്തും ഉണ്ടായിരുന്നു. ഏതായാലും സമാധാനപരമായി മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ വോട്ടിംഗ് എല്ലാ ഇടങ്ങളിലും പൂർത്തിയാക്കാനായതിൽ തികച്ചും ആശ്വാസം തന്നെ ആണ് ഉള്ളത്. ഏതായാലും പോളിംഗ് ശതമാനം കുറഞ്ഞതിനെ പറ്റിയുള്ള വിലയിരുത്തലുകളൊക്കെയാണ് എന്തായാലും ഇനി വരുന്ന മണിക്കൂറുകളിൽ, വരുന്ന ദിവസങ്ങളിലൊക്കെ തന്നെ ഉണ്ടാകുന്നത്.